ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതേപോലെ തന്നെ അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. വൈകുന്നേരം വരെ ഇല്ല കേട്ടോ, ഉച്ചവരെയൊക്കെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഞാൻ രാവിലെ തന്നെ പുട്ടായിരുന്നു കേട്ടോ, പുട്ടും പയറായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പം പയർ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കാണെങ്കിലും ഉപയോഗിക്കാമല്ലോ. അപ്പം സവാളയൊക്കെ ഞാൻ വാട്ടുന്നുണ്ട് കേട്ടോ. സവാളയല്ല, ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി അല്ലെങ്കിൽ പയറൊക്കെ വേവിച്ച്, പയറൊക്കെ തലേ ദിവസമുണ്ട് പയറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സവാളയൊക്കെ വാടി വന്നപ്പോഴേക്കും വേവിച്ച് വെച്ച പയറും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് ചാറ് പോലെ വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് ചാറായിട്ട് വെച്ചേക്കണത്. പിന്നെ ഉച്ചയ്ക്ക് ചോറിനാറൊക്കെ സമയമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് വെള്ളമൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റിച്ച് നല്ല എന്താ പറയുക, നല്ല ഇതായിട്ടിരിക്കില്ലേ, നമ്മുടെ തോരൻ പോലെയൊക്കെ അങ്ങനെയൊക്കെ ആക്കി എടുക്കാറുണ്ട്. ഞാൻ അത് ഉച്ചയ്ക്ക് ചോറിൻ്റെ സമയത്താണ് കേട്ടോ ചെയ്യാനുള്ളത്. പുട്ടിനാകുമ്പോൾ കുറച്ചൊരു ചാറ് പോലെയാണല്ലോ നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള കറികൾ വെക്കാനായിട്ട് കക്കർച്ചിയാണ് കേട്ടോ ഇന്നുണ്ടായിരുന്നത്. കക്കർച്ചി മാത്രം ഉണ്ടായിരുന്നു. കക്കർച്ചിയും പിന്നെ ഒരു വെണ്ടക്കായാണ് കേട്ടോ ഇന്ന് ഉച്ചക്കത്തേക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കക്കർച്ചി ഉണ്ടാക്കാൻ ഞാൻ കക്കർച്ചിയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഞാൻ ചട്ടി വെച്ച് ചൂടാക്കി കഴിയുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റി കേട്ടോ. അതിനുശേഷം സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സവാളയും പച്ചമുളകും കറിവേപ്പിലയും. പിന്നെ അത് നന്നായി വാടി വന്നപ്പോൾ ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നന്നായി മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ കക്കറിച്ച് ക്ലീൻ ചെയ്ത് വേവിച്ച് എടുത്തതാണ് ഞാൻ. കുറച്ച് കുക്കറിലിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ നമ്മുടെ കക്കറിച്ചി. അഴുക്കൊക്കെ കളഞ്ഞ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് നമ്മുടെ ഈ സവാള വാട്ടിയതിലോട്ട് ഇട്ട് കൊടുക്കുക. സവാളക്ക് പകരം നമുക്ക് ഉള്ളിയായാലും ഉപയോഗിക്കാം കേട്ടോ. ഉള്ളിയാകുമ്പോൾ കുറച്ച് കൂടുതൽ നേരം അരിഞ്ഞൊക്കെ നിൽക്കണമല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് എളുപ്പത്തിൽ സവാള എടുത്ത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ കക്കറിച്ചൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നപ്പോഴേക്കും ഞാനതിൽ തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ കക്കറിച്ചൊക്കെ ഇങ്ങനെ ഒരു പൊട്ടൊന്ന് ശബ്ദം കേൾക്കാം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ ശേഷം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കക്കറിച്ചി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഉപ്പേരി വെച്ചു. അപ്പോൾ വെണ്ടയ്ക്ക പച്ചമുളക് കണ്ടിട്ട് നന്നാക്കി എടുത്തേക്കുന്നത്. ചട്ടി വെച്ച് ചൂടായപ്പോഴും കടുകും പിന്നെ സവാള ഇട്ട് കൊടുത്തു. വെണ്ടയ്ക്ക ഭയങ്കര നൈസായിട്ടല്ല കേട്ടോ അരിഞ്ഞേക്കുന്നത്, കുറച്ച് കട്ടി ഉള്ളതായിട്ടുണ്ട് അരിഞ്ഞേക്കുന്നത്. ഒരുപാട് വേവിച്ചൊന്നും എടുക്കണില്ല കേട്ടോ. അപ്പോൾ ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകാണ് ഇട്ടെടുത്തത്. പച്ചമുളക് ഇട്ട കാരണം മുളക് പൊടി ഇട്ടിട്ടില്ല. അതാണ് ഈ ഒരു പാകത്തിനാട്ടോ നമുക്ക് കിട്ടുക. ഇത് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ നല്ല പച്ചക്കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു മുട്ട ബുൾസൈ ആണ് ഇടുന്നത്. അപ്പോൾ മുട്ട ഫസ്റ്റ് ചട്ടി ചൂടായി മുട്ട ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലെ ഉപ്പുപൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം കുറച്ച് സവാളയും പച്ചമുളകും ചെറുതാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലിട്ട് കൊടുത്തു കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ, ഈ ഒരു സ്പെഷ്യൽ ബുൾസൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് മീൻ വറുത്തതൊന്നും ഇല്ലാത്ത കാരണം ഒരു മുട്ട വറുത്തതാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ച് നമുക്ക് സവാളയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി ഒരുപാട് നേരം മറിച്ചിടരുത് കേട്ടോ, അപ്പോഴേക്കും നമുക്ക് സവാളയൊക്കെ കരിഞ്ഞു പോവുകയെ. അപ്പോൾ ഒന്ന് ചൂടായാൽ മതി, നമുക്ക് സവാളയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതേ സ്പെഷ്യൽ മുട്ട ബുൾസൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ.